ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് പഠിക്കുന്ന ഒരു ജേണിയിലായിരുന്നു അല്ലേ? അതുപോലത്തെ ഒരു വീഡിയോനെയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോണത്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വേറെ ഒരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജായിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് അല്ലേ? എന്നാൽ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞോട് കൂടെ ആ ഒരു പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും. ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സെൻറ്റൻസസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് ഇനി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള 50 സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ഈ സെൻറ്റൻസസ് പഠിക്കുന്നതോട് കൂടെ ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ആ പേടി അങ്ങോട്ട് മാറിക്കിട്ടും. ആ കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഇംഗ്ലീഷ് സെൻറ്റൻസസും ബാക്കിയുള്ള കാര്യങ്ങളും മൊത്തത്തിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനലിൽ ഇടും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അധികം സമയം കളയാതെ ഏതൊക്കെയാണ് ആ സെൻറ്റൻസസ് എന്ന് നോക്കാം. ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ എവിടെ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു 50 സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രീറ്റിങ്സ് ആണ് അല്ലേ? നമ്മളൊരു ഷോപ്പിലോട്ട് അല്ലെങ്കിൽ ഒരു മാളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു സെയിൽസ്മാനെ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയ 2-3 വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ്. അതേതൊക്കെയാണ്? നമ്മൾ മുമ്പുള്ള വീഡിയോസിലും മെൻഷൻ ചെയ്ത 2-3 ഗ്രീറ്റിങ്സ് ആണ്. ഒന്നാമത്തത് ഹലോ. എന്താണ്? ഹലോ. നമുക്ക് ഒരു സെയിൽസ്മാനെ കാണുന്ന സമയത്ത് കയറി ചെല്ലുമ്പോൾ അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒന്ന് ചിരിച്ചും കൊണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പറയാം ഹലോ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ഹായ് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ട് തിരിച്ചു പറയാം ഹലോ. ഒന്നതാണ്. ഇനി നിങ്ങൾ പോകുന്ന സമയം രാവിലെയാണ് നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഉച്ചയ്ക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗുഡ് മോർണിംഗ് പറയാം അല്ലേ? ഗുഡ് മോർണിംഗ്. എന്താ പറയുക? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഷോപ്പിങ്ങിന് കയറി ചെല്ലുന്ന സമയത്ത് ഒരാൾ അവിടെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി, വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് അയാളോട് ചിരിച്ചുകൊണ്ട് പറയാം ഗുഡ് മോർണിംഗ്. ഇനി അത് ഈവനിങ്ങിലാണെങ്കിലോ വൈകിട്ടാണെങ്കിലോ നമുക്ക് പറയാം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹൈ, ഗുഡ് ഈവനിങ്. ഇനി നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് അല്ലേ? നിങ്ങൾ എന്താണ് നോക്കുന്നത്? അപ്പോൾ നമുക്ക് പറയാം ഐ എം ലുക്കിംഗ് ഫോർ എ ടീഷർട്ട്. ഐ എം ലുക്കിംഗ് ഫോർ എ ടീഷർട്ട്. ഞാനൊരു ടീഷർട്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ജീൻസ് പാൻറ്. ഞാനൊരു ജീൻസ് പാൻറ്റാണ് നോക്കുന്നത്. ഐ എം ലുക്കിംഗ് ഫോർ എ ടീഷർട്ട്. ഐ എം ലുക്കിംഗ് ഫോർ എ ജീൻസ് പാൻറ്. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് നോക്കാനുള്ളത് എന്താണ്? ഒരു ജീൻസ് പാൻറ്റാണ്. എനിക്ക് നോക്കാനുള്ളത് എന്താണ്? ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ എ ടീഷർട്ട് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ജീൻസ് പാൻറ്. സിമ്പിളാണല്ലോ. ഇനി അതല്ല, ഈ ഷോപ്പിൽ നമുക്ക് വേണ്ടത് ഷൂസാണ്. നമുക്ക് ഷൂസ് വേണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷൂസ് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് ഷൂസ്? ഡു യു ഹാവ് ഷൂസ്? നിങ്ങളുടെ കയ്യിൽ ഷൂസ് ഉണ്ടോ? ഡു യു ഹാവ് ഷൂസ്? നിങ്ങളുടെ കയ്യിൽ ഷൂസ് ഉണ്ടോ? ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ ഷോപ്പിലോട്ട് വന്നത് കുറച്ച് ഗ്രോസറി, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെന്താ പറയുക? ഗ്രോസറി അല്ലേ? അപ്പോൾ ഗ്രോസറി സെക്ഷൻ എവിടെയാണെന്ന് അങ്ങനെ ചോദിക്കുക? വേർ ഈസ് ദ ഗ്രോസറി സെക്ഷൻ? വേർ ഈസ് ദ ഗ്രോസറി സെക്ഷൻ? എനിക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറി പലചരക്ക് സാധനങ്ങളാണ്. വേർ ഈസ് ദ ഗ്രോസറി സെക്ഷൻ? ഗ്രോസറി സെക്ഷൻ എവിടെയാണ്? ഇന്ന് നമ്മളവിടെ പോയ സമയത്ത് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും കാണുന്നില്ല. അപ്പോൾ ഒരാളെ ജസ്റ്റ് കണ്ടു, അയാൾ ഒരു സെയിൽസ്മാൻ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അയാളോട് ചോദിക്കാം നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യോ? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യോ? ക്യാൻ യു ഹെൽപ്പ് മീ? എന്നൊന്ന് ഹെൽപ്പ് ചെയ്യോ? അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഓക്കെ ഐ ക്യാൻ ഹെൽപ്പ് ചെയ്യോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. എങ്ങനെ പറയാം? ഐ നീഡ് സം വെജിറ്റബിൾസ്. ഐ നീഡ് സം വെജിറ്റബിൾസ്. എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. എനിക്ക് കുറച്ച് പച്ചക്കറികളാണ് വേണ്ടത്. ഐ നീഡ് സം വെജിറ്റബിൾസ്. ഐ നീഡ് സം വെജിറ്റബിൾസ്. ഇനി നമ്മൾ അവരോട് നിങ്ങൾ ഒരു പ്രത്യേക സാധനം ഇവിടെ കൊടുക്കാറുണ്ടോ, വിൽക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മൊബൈൽ കവർ വേണം. അവരോട് ചോദിക്കുന്നത് ഡു യു സെൽ മൊബൈൽ കവേഴ്സ്? നിങ്ങൾ മൊബൈൽ കവേഴ്സ് സെല്ല് ചെയ്യാറുണ്ടോ? നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ കവേഴ്സ് സെല്ല് ചെയ്യാറുണ്ടോ? ഡു യു സെൽ മൊബൈൽ കവേഴ്സ്? നിങ്ങൾ മൊബൈൽ കവേഴ്സ് സെല്ല് ചെയ്യാറുണ്ടോ? ഇതിപ്പോൾ നമ്മളൊരു ഷോപ്പിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ എന്തൊക്കെയുണ്ട്, ഇതിലൊക്കെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കണം. ഇതിൻ്റെ വില എത്രയാണ്? ഇത് ക്വാളിറ്റി ഉള്ളതാണോ? ഇത് ഡിസ്കൗണ്ടിലുണ്ടോ? അതൊക്കെ ഇങ്ങനെ ചോദിക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അവർ നമുക്ക് വേണ്ടത് ടീഷർട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ടീഷർട്ട് എടുത്തു തന്നു. അവരെടുത്തുന്നത് ഒരു റെഡ് കളർ ടീഷർട്ടാണ്. നമുക്ക് ചോദിക്കണം ബ്ലൂ കളർ ഉണ്ടോ, നീല കളറിലുള്ള ടീഷർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ബ്ലൂ കളറിൽ ഇതേ സാധനം ഉണ്ടോ? നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണല്ലോ അതിന് വേറെ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് അല്ലേ? ഡു യു ഹാവ് ദിസ് ഇൻ ബ്ലൂ കളർ? ഇത് ബ്ലൂ കളറിലുണ്ടോ ഈ ടീഷർട്ട്?
ഈസി ആണല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഒരു വലിയ സൈസ് വേണം, ഇത് നമ്മളെ സൈസ് അല്ല. അപ്പൊ ഇതിന്റെ വലിയ സൈസ് ഉണ്ടോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കുക? ഈസ് ദിസ് അവൈലബിൾ ഇൻ ബിഗർ സൈസ്? ഇതിന്റെ കൂടിയ സൈസിൽ ഇത് അവൈലബിൾ ആണോ? ഈസ് ദിസ് അവൈലബിൾ ഇൻ ബിഗർ സൈസ്? വലിയ സൈസിൽ ഈ സെയിം സാധനം ഉണ്ടോ? ഈസ് ദിസ് അവൈലബിൾ ഇൻ ബിഗർ സൈസ്? ക്ലിയർ ആണല്ലോ. അങ്ങനെ ഇവര് നമുക്കൊരു പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു തന്നു. ഇനി പ്രൊഡക്റ്റ് കാണിച്ചു തന്നപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അതിന്. അപ്പോൾ നമുക്ക് ഒരു ചീപ്പ് റേറ്റിലുള്ള സാധനമാണ് വേണ്ടത്. അതെങ്ങനെ ചോദിക്കുക? ഐ ആം ലുക്കിംഗ് ഫോർ എ ചീപ്പർ വൺ. ഐ എം ലുക്കിംഗ് ഫോർ എ ചീപ്പർ വൺ. ഞാൻ കുറച്ച് വില കുറഞ്ഞ ഒരു സാധനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ എം ലുക്കിംഗ് ഫോർ എ ചീപ്പർ വൺ. ഇത് ഭയങ്കര വിലയാണ്. ഐ ആം ലുക്കിംഗ് ഫോർ എ ചീപ്പർ വൺ. ഞാൻ കുറച്ച് വില കുറഞ്ഞ ഐറ്റാണ് നോക്കുന്നത്. ഇനി അവരുടെ മോഡൽ കാണിച്ചു തന്നു, നമുക്കത് ഇഷ്ടമായില്ല. എപ്പോഴും ഉണ്ടാകുന്നൊരു കേസാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, ക്യാൻ ഐ സീ അനദർ വൺ? ക്യാൻ ഐ സീ അനദർ വൺ? വേറൊരു മോഡൽ എന്നെ കാണിക്കോ? അല്ലെങ്കിൽ ക്യാൻ ഐ സീ അനദർ മോഡൽ ഓർ ക്യാൻ ഐ സീ അനദർ വൺ? എന്നെ വേറൊന്ന് കാണിക്കോ? വേറെ മോഡലാണെങ്കിൽ ക്യാൻ ഐ സീ അനദർ മോഡൽ, പിന്നെ വേറൊരു മോഡൽ കാണിക്കോ? ഇനി നമ്മൾ നോക്കാൻ പോയത് ഷൂസാണ്. അപ്പോൾ അത് പല ബ്രാൻഡുകളുണ്ട്. നമുക്ക് ബ്രാൻഡുകളൊന്നും അറിയില്ല എന്ന് കൂട്ടിക്കോളി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഏതാണ് നല്ല ബ്രാൻഡ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് ദ ബെസ്റ്റ് ബ്രാൻഡ്? വാട്ട് ഈസ് ദ ബെസ്റ്റ് ബ്രാൻഡ്? ഏതാണ് നല്ല ബ്രാൻഡ്? ഒരു കുറച്ച് ബ്രാൻഡുകളൊക്കെ കാണിച്ചു. അപ്പോൾ നമുക്ക് ഇനി ചോദിക്കണം, ഇതിൽ ഏതാണ് നല്ലത്? ഈ ബ്രാൻഡുകൾ കുറേ കാണിച്ചു, ശരിയാണ്, ഇതൊക്കെ ബ്രാൻഡുകളാണ്. പക്ഷെ ഇതിലേതാണ് നല്ലത്? വിച്ച് വൺ ഈസ് ബെറ്റർ? വിച്ച് വൺ ഈസ് ബെറ്റർ? ഇതിൽ നല്ല ബ്രാൻഡ് ഏതാണ്? ഇതിലേതാ ഏറ്റവും നല്ലത്? വിച്ച് ബ്രാൻഡ് ഈസ് ബെറ്റർ? അവർ കുറേ ബ്രാൻഡ് കാണിച്ചു തന്നു, നമുക്ക് ഏതാണ് ഇതിൽ നല്ലതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വിച്ച് ബ്രാൻഡ് ഈസ് ബെറ്റർ? ഏത് ബ്രാൻഡാണ് ബെറ്റർ ആയിട്ടുള്ളത്, നല്ലതായിട്ടുള്ളത്? ഇനി ഇത് നല്ല ക്വാളിറ്റി സാധനമാണോ എന്നങ്ങനെ ചോദിക്കുക. ഈസ് ദിസ് ഗുഡ് ക്വാളിറ്റി? ഈസ് ദിസ് ഗുഡ് ക്വാളിറ്റി? നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണോ? ഈസ് ദിസ് ഗുഡ് ക്വാളിറ്റി? ഇനി നമ്മളൊരു ടീഷർട്ട് കണ്ടു, നമുക്കത് ഏകദേശം ഇഷ്ടമായി. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നെങ്ങനെ ചോദിക്കുക? ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ? 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 ഞാനതൊന്ന് ട്രൈ ചെയ്യട്ടെ. ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ? അപ്പോൾ അവർ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചോദിക്കണം, ട്രയൽ റൂം എവിടെയാണ്? ട്രയൽ റൂം എവിടെയാണ്? വേർ ഇസ് ദ ട്രയൽ റൂം? വേർ ഇസ് ദ ട്രയൽ റൂം? ട്രയൽ റൂം എവിടെയാണ്? ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. വേർ ഇസ് ദ ട്രയൽ റൂം? ഇനി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് വേണം. അതെങ്ങനെ പറയാ? ഐ വാണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ്. ഐ വാണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ്. എനിക്ക് പുതിയ ഫ്രൂട്ട്സ് വേണം, എനിക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വേണം. ഐ വാണ്ട് ഫ്രഷ് ഫ്രൂട്ട്സ്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 10 സെൻറ്റൻസസ് പഠിച്ചത്. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ ഓഫർ, ഈ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ, ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 10 സിമ്പിൾ സെൻറ്റൻസസ് ആണ് ഇനി നോക്കാൻ പോണത്. ഏതൊക്കെ നോക്കാം. ഒന്നാമത്തേത്, ഇതിൻ്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ്? ഹൗ മച്ച് ഈസ് ദിസ്? ഇതിൻ്റെ വില എത്രയാണ്? ഒന്നിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൗ മച്ച് ഈസ് ദിസ്? ഇതിൻ്റെ വില എത്രയാണ്? അല്ലെങ്കിൽ ഈ ബാഗിൻ്റെ വില എത്രയാണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബാഗ്? ഈ ബാഗിൻ്റെ വില എത്രയാണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബാഗ്? ഈ ബാഗിൻ്റെ വില എത്രയാണ്? ഇനി ഇതിന് വല്ല ഡിസ്കൗണ്ട് ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? ഇസ് ദർ എനി ഡിസ്കൗണ്ട്? ഇസ് ദർ എനി ഡിസ്കൗണ്ട്? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഇസ് ദർ എനി ഡിസ്കൗണ്ട്? ഇനി അവരൊരു പ്രൊഡക്റ്റിൻ്റെ വില പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിലയാണ്. അതെങ്ങനെ നമ്മൾ പറയാം? ദിസ് ഈസ് ടു എക്സ്പെൻസീവ്. ഓ, ഇത് ഭയങ്കര വിലയാണ്. ദിസ് ഈസ് ടു എക്സ്പെൻസീവ്. നല്ല വിലയുള്ള സാധനമാണ്, എനിക്ക് കുറച്ച് പൈസ കുറച്ച് തരും, നല്ലൊരു പ്രൈസിന് ഇത് തരുമോ? ക്യാൻ യു ഗിവ് മി എ ബെറ്റർ പ്രൈസ്? എനിക്ക് നല്ലൊരു പ്രൈസിന് ഇത് തരുമോ? അതായത് നല്ല വിലയാണ്, അപ്പോൾ കുറച്ച് വില കുറച്ചിട്ട് തരുമുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണ്, ക്യാൻ യു ഗിവ് മി എ ബെറ്റർ പ്രൈസ്? ഇത് ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത വിലക്ക് എനിക്ക് തരുമോ? ഓ, നിങ്ങൾ ഇത്ര വലിയ വിലയൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും പിന്നെ കൊണ്ട് തരാൻ പറ്റില്ല. ഇതിൻ്റെ ലാസ്റ്റ് വില എത്രയാണ്? വാട്ട് ഈസ് ദ ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് വില എത്രയാണ് ചോദിക്കാറുണ്ടല്ലോ അല്ലേ. ഇനി ഡിസ്കൗണ്ട് ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് തരുമോ? ക്യാൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്? ക്യാൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്? എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുമോ? ക്യാൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്? എനിക്കൊരു ഡിസ്കൗണ്ട് തരുമോ? കുറച്ച് വില കുറച്ച് തരുമോ? അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വിലക്കുറവുണ്ടോ എന്ന് ചോദിക്കാൻ. ഈസ് ദിസ് ഓൺ സെയിൽ? ഈസ് ദിസ് ഓൺ സെയിൽ? ഈസ് ദിസ് ടീഷർട്ട് ഓൺ സെയിൽ? ഈ ടീഷർട്ട് സെയിലുണ്ടോ എന്ന് വെച്ചാൽ വിലക്കുറവിൽ വെച്ചേക്കാണോ? ഈസ് ദിസ് ടീഷർട്ട് ഓൺ സെയിൽ ഓർ ഈസ് ദിസ് ഓൺ സെയിൽ? ഇനി ഞാൻ 2 എടുക്കുകയാണെങ്കിൽ ഇതിന് എത്ര വില എന്നങ്ങനെ ചോദിക്കുക. ഹൗ മച്ച് ഫോർ 2? ഞാൻ 2 ടീഷർട്ട് എടുക്കുകയാണ്, ഞാൻ 2 ബാഗ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വില എത്രയാണ്? ഹൗ മച്ച് ഫോർ 2? 2 എണ്ണത്തിന് എത്രയാണ്? ഹൗ മച്ച് ഫോർ 2? ഇനി നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, ക്യാഷ് കൗണ്ടറിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 10 സെൻറ്റൻസസ് കൂടി നോക്കുകയാണ്. എന്തൊക്കെയാണ്? ഐ വിൽ ടേക്ക് ദിസ്. ഓക്കെ, ഞാൻ ഇത്രയും സാധനങ്ങൾ എടുക്കും. ഐ വിൽ ടേക്ക് ദിസ്. ഞാൻ എന്ത് ചെയ്യണേ? ഈ സാധനങ്ങൾ എടുക്കുകയാണ്. ഐ വിൽ ടേക്ക് ദിസ്. കുറച്ച് സാധനങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് ഐ വിൽ ടേക്ക് ദിസ്.
ഞാൻ അടുത്ത ഐറ്റംസ് ആണ്, ഐ ടേക്ക് ദിസ്, ഞാനിത് എടുക്കും. അപ്പോൾ അവർ ചോദിക്കണം നിങ്ങൾക്കൊരു ബാഗ് വേണോ, ക്യാരി ബാഗ് വേണോ എന്നൊക്കെ ചോദിക്കും അല്ലെ ചില സമയത്ത്. അപ്പം നമുക്കൊരു ബാഗ് വേണ്ട എന്നങ്ങനെ പറയാം, ഐ ഡോണ്ട് നീഡ് എ ബാഗ്, ഐ ഡോണ്ട് നീഡ് എ ബാഗ്, എനിക്കൊരു ബാഗ് വേണ്ട, ഐ ഡോണ്ട് നീഡ് എ ബാഗ്, എനിക്കൊരു ബാഗ് വേണ്ട. ഇനി നിങ്ങൾ കാർഡ് പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അങ്ങനെ ചോദിക്കുക, ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്സ്, ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്സ്, നിങ്ങൾ കാർഡ് പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുമോ, കാർഡ് എടുക്കുമോ. കാർഡ് എടുക്കുക നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ആണ് അല്ലേ. ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്സ്, നിങ്ങൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യോ, കാർഡ് പേയ്മെന്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യോ, ഡു യു അക്സെപ്റ്റ് കാർഡ് പേയ്മെന്റ്. അല്ലെങ്കിൽ ഇനി UPI ആണ് ചെയ്യുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കുക, ക്യാൻ ഐ പേ വിത്ത് UPI, ക്യാൻ ഐ പേ വിത്ത് UPI, ഞാൻ UPI വഴി പേ ചെയ്തോട്ടെ, ക്യാൻ ഐ പേ വിത്ത് UPI. അല്ലെങ്കിൽ നിങ്ങളെ ഗൂഗിൾ പേ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം, ഡു യു ഹാവ് ഗൂഗിൾ പേ, ഡു യു ഹാവ് ഗൂഗിൾ പേ, നിങ്ങളതിൽ ഗൂഗിൾ പേ ഉണ്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇനി ക്യാഷ് ആണ് കൊടുക്കുന്നത്, അപ്പോൾ ഒരു എമൗണ്ട് പറയുന്നതിന് ശേഷം നമ്മൾ ക്യാഷ് കൊടുക്കുകയാണ്, അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം, ഹിയർ ഇസ് ദ മണി, ഹിയർ ഇസ് ദ മണി. ഇത് നമ്മൾ ക്യാഷ് ഒക്കെ കൊടുത്തു, അപ്പം നമുക്ക് റെസിപ്റ്റ് ചോദിക്കണം, അതെങ്ങനെ ചോദിക്കാം, ക്യാൻ ഐ ഗെറ്റ് യുവർ റെസിപ്റ്റ്, ക്യാൻ ഐ ഗെറ്റ് യുവർ റെസിപ്റ്റ്, റെസിപ്റ്റ് എന്നല്ല കേട്ടോ അത് പറയാം, റെസിപ്റ്റ് എന്നാണ്. അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് യുവർ റെസിപ്റ്റ്, നിങ്ങൾ റെസിപ്റ്റ് കിട്ടുമോ. അങ്ങനെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അവർ നമുക്ക് ബാലൻസ് എമൗണ്ട് തരാണ്, അപ്പം നമുക്ക് അവരോട് പറയാം, താങ്ക് യു ഫോർ ദ ചേഞ്ച്, ചേഞ്ച് എന്നതിന് താങ്ക്സ്, താങ്ക് യു ഫോർ ദ ചേഞ്ച്, ബാക്കി തന്നതിന് താങ്ക്സ്. ഇത് നമുക്ക് ചോദിക്കാം, ഈ ഒരു സാധനം നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ, സാധാരണ ചോദിക്കുന്നതല്ല, റിട്ടേൺ എടുക്കുമോ, ഇഷ്ടമായില്ലെങ്കിൽ വീട്ടിൽ ചെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെ ചോദിക്കാം, ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് നീഡഡ്, ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് റിട്ടേൺ ചെയ്തോട്ടെ, ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് നീഡഡ്, ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിതൊന്ന് റിട്ടേൺ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാം, ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് നീഡഡ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യുമോ എന്ന് എങ്ങനെ ചോദിക്കാം, പ്ലീസ് പാക്ക് ദിസ് വെൽ, അത് നന്നായിട്ട് പാക്ക് ചെയ്യൂ, എനിക്ക് ബൈക്കിൽ കൊണ്ടുപോകാനുള്ളതാണ്, പ്ലീസ് പാക്ക് ദിസ് വെൽ, നന്നായിട്ട് പാക്ക് ചെയ്യൂ, പ്ലീസ് പാക്ക് ദിസ് വെൽ. അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് കയറി വരുന്ന സമയത്തുള്ള സെൻറ്റൻസസ് പഠിച്ചു, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന സെൻറ്റൻസസ് പഠിച്ചു, ഇനി അതിൽ ഡിസ്കൗണ്ട് അതിൻ്റെ വില ചോദിക്കുന്ന സെൻറ്റൻസസ് പഠിച്ചു, പിന്നെ ക്യാഷ് കൗണ്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസസ് പഠിച്ചു. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ക്യാഷൊക്കെ അടച്ചു നമ്മൾ തിരിച്ച് പോവുകയാണ്, ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു 10 സെൻറ്റൻസസ് കൂടി സിമ്പിളാണ്, പഠിച്ചു വെക്കണേ. ഒന്ന്, അവിടുത്തെ സെയിൽസ്മാന് നമ്മളെ ഹെൽപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, സഹായിച്ചതിന് നന്ദി. അതുപോലെ ഹാവ് എ നൈസ് ഡേ നമുക്ക് പറയാൻ പറ്റും, ഹാവ് എ നൈസ് ഡേ, തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ഡേ. അതുപോലെ നമുക്ക് പറയാൻ പറ്റും ഗുഡ് ബൈ അല്ലെങ്കിൽ ബൈ, അല്ലെങ്കിൽ വീണ്ടും കാണാനുള്ള അർത്ഥത്തിൽ സീ യു അഗെയിൻ, സീ യു അഗെയിൻ, വീണ്ടും കാണാം, സീ യു അഗെയിൻ. അതുപോലെ ഞാൻ പിന്നെ വരാം, ഐ വിൽ കം ബാക്ക് ലേറ്റർ, ഞാൻ ഷോപ്പിലോട്ട് പിന്നെ വരാം, ഐ വിൽ കം ബാക്ക് ലേറ്റർ, ഐ വിൽ കം ബാക്ക് ലേറ്റർ, ഞാൻ പിന്നെ വരാം. നിങ്ങളെ ഷോപ്പ് എനിക്ക് ഇഷ്ടമായി, എങ്ങനെ പറയാ, ഐ ലൈക്ക് യുവർ ഷോപ്പ്, ഐ ലൈക്ക് യുവർ ഷോപ്പ്, നിങ്ങളെ ഷോപ്പ് എനിക്ക് ഇഷ്ടമായി. ഇനി പോണ സമയത്ത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക, ഡു യു ഹാവ് ഹോം ഡെലിവറി, ഡു യു ഹാവ് ഹോം ഡെലിവറി, ഹോം ഡെലിവറി ഉണ്ടോ. ഇനി എന്തെങ്കിലും സാധനങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തിച്ചോളൂ, ഡു യു ഹാവ് ഹോം ഡെലിവറി, ഡു യു ഹാവ് ഹോം ഡെലിവറി, ഹോം ഡെലിവറി ഉണ്ടോ, വീട്ടിലേക്ക് എത്തിച്ചു തരുമോ. ഇനി ഷോപ്പിലെ ആളെ നമ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻ യു ഗിവ് മി യുവർ നമ്പർ, ക്യാൻ യു ഗിവ് മി യുവർ നമ്പർ, നിങ്ങളെ നമ്പർ ഒന്ന് തരുമോ. ഇനി എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ എന്ത് ചെയ്യും, ഈ ഷോപ്പ് റെക്കമെൻഡ് ചെയ്യും, നല്ല ഷോപ്പ്, നല്ല കളക്ഷനൊക്കെ ഉണ്ട്, എന്നാ പറയാ, ഐ വിൽ റെക്കമെൻഡ് ദിസ് ഷോപ്പ് ടു മൈ ഫ്രണ്ട്സ്, ഐ വിൽ റെക്കമെൻഡ് ദിസ് ഷോപ്പ് ടു മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യും, ഈ ഷോപ്പ് റെക്കമെൻഡ് ചെയ്യും, ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമായി, ഐ വിൽ റെക്കമെൻഡ് ദിസ് ഷോപ്പ് ടു മൈ ഫ്രണ്ട്സ്. നമുക്ക് ഷോപ്പിംഗ് ഇഷ്ടമായി, അവർ നന്നായിട്ട് നമ്മളെന്ത് ചെയ്തു, സെർവ് ചെയ്തു, നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, സെയിൽസ്മാനൊക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് പറയാം, ഐ എം ഹാപ്പി വിത്ത് മൈ ഷോപ്പിംഗ് ടുഡേ, ഐ എം ഹാപ്പി വിത്ത് മൈ ഷോപ്പിംഗ് ടുഡേ, ഇന്നത്തെ ഷോപ്പിങ്ങിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് എല്ലാം ഒരു ഓർഡറിൽ പറയണം എന്നല്ല കേട്ടോ പറയണത്, ഓരോ സമയത്തും നമുക്ക് ഉപയോഗിക്കേണ്ട സെൻറ്റൻസ് ആണ്, അത് ചിലപ്പോൾ ഞാൻ ഓർഡറിലായിരിക്കില്ല പറഞ്ഞത്. അപ്പോൾ ഓരോ സെൻറ്റൻസും എങ്ങനെയാണ് പ്രയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടാൻ ഈ സെൻറ്റൻസസ് എന്തായാലും ഹെൽപ്പ് ചെയ്യും. വീണ്ടും 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 എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഫ്ലുവൻ്റ് ആവാനുള്ള ആകെ പോംവഴി എന്നുള്ളത്. അപ്പോൾ അത് മറക്കാതെ ചെയ്യുക, ഇത് വേണമെങ്കിൽ എഴുതി വെക്കുക, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, നിങ്ങളുടെ ലൈഫിൽ ഇത് ഒരുപാട് ഉപകാരപ്പെടും, ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.